ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ. മഴ നിൽക്കണില്ല അല്ലേ, വല്ലാത്ത മഴയാണ്. തുണികളൊന്നും ഉണങ്ങി കിട്ടി കഴിഞ്ഞ് രണ്ടാം ട്രിപ്പ് അലക്കുമ്പോഴേക്കും വീണ്ടും പ്രശ്നം. അപ്പോൾ അത് കഴിഞ്ഞ് നല്ല വെയിൽ വന്നു കേട്ടോ. അപ്പോൾ ആ തുണികളൊക്കെ ഒന്ന് ചൂടാക്കാൻ കൊണ്ടുവരണം. അതിന് മുന്നേ ഇന്ന് ക്ലീനിങ് വീഡിയോ ആണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ക്ലീനിങ് വീഡിയോയ്ക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അലക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം തന്നെ അത് അലക്കുക, മടക്കി വയ്ക്കാനുണ്ടെങ്കിൽ മടക്കി വയ്ക്കുക, പാത്രം കഴുകാനുണ്ടെങ്കിൽ പാത്രം കഴുകുക, പിന്നെ കുക്കിങ്ങൊക്കെ തീർക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രം ക്ലീനിങ് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് സമാധാനത്തിൽ ക്ലീനിങ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് ആ തുണി മെഷീനിലിട്ടു. ഞാൻ ബാക്കിയുള്ള തുണി ഒന്ന് ചൂടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന് ഇട്ടേക്കണതാണ്. നല്ല വെയിൽ പെട്ടെന്ന് തന്നെ ഉദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടാക്കാനായിട്ടാണ് കേട്ടോ. എന്നും കഴുകിയിട്ടിട്ട് എന്നും ഞാൻ പുറത്തെടുത്തിടും. പക്ഷേ വൈകുന്നേരം ഞാൻ വരുമ്പോഴേക്കും അത് നല്ല തണുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെയും അത് ഉണങ്ങാൻ ഒരു സ്മെല്ല് ഫീൽ ചെയ്യില്ലോ നമുക്ക്. അത് കാരണം കൊണ്ടാണ് അങ്ങനെ ഒന്ന് ചൂടാക്കാമെന്ന് വെച്ചത്. അങ്ങനെ അത് അവിടെ ഇട്ടു. നേരെ നമ്മൾ തിരിച്ച് അടുക്കളയിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കിച്ചൺ ഡീപ്പ് ക്ലീനിങ് ആണ്. കുറച്ച് ദിവസമായി കേട്ടോ ഞാൻ ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ഒന്നിലേക്ക് തീരെ വയ്യാൻ തോന്നും, അല്ലെങ്കിൽ സമയം ഉണ്ടാവില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ. സമയത്തിൻ്റെയാണ് ഏറ്റവും അധികം പ്രശ്നം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വൈറ്റ് ഇതൊക്കെയല്ലേ, എല്ലാതും വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കെങ്കിലും ഒന്നും നല്ല വൃത്തിയാക്കിയില്ലെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് അടുക്കളയിൽ. അപ്പോൾ ഒക്കെ പഴയതായൊരു ഫീലായിട്ടാണ് എനിക്ക് അടുക്കളയിൽ. അപ്പം നന്നായിട്ടൊന്ന് വൃത്തിയാവാനും പുതിയതുപോലെയൊക്കെ ആക്കാനെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ വെള്ള ട്രോളിയാണല്ലോ ആയിരിക്കണത്, അതുമ്മേ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ തിരിച്ചായിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ തന്നെ തുടച്ചില്ലെങ്കിൽ അതങ്ങനെ പറ്റില്ല കേട്ടോ. പിന്നെ നമ്മൾ ക്ലീൻ ആക്കുമ്പോൾ അത്ര നന്നായിട്ട് അങ്ങോട്ട് ക്ലീൻ ആവില്ല നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലാതും താഴത്തേക്ക് എടുത്തേക്കാണ്. പിന്നെ ഇത്തിരി നമ്മുടെ ഗ്രോസറി ഐറ്റംസൊക്കെ കുറേ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ക്ലീനിങ്ങിന് എളുപ്പമാണ്. കുറേ പാത്രങ്ങളൊക്കെ കാലിയാണ് കേട്ടോ അതിൽ. അപ്പോൾ നമുക്ക് അങ്ങനെ അത് പകർത്തി വെച്ച് ക്ലീനാക്കാം അങ്ങനത്തെ പരിപാടി ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മുടെ കയ്യിലൊക്കെ കൊളുത്തിരുന്ന ആ സ്റ്റാൻഡില്ലേ, അതും കയ്യിലൊക്കെ എടുത്ത് നമ്മുടെ കൊട്ടത്തളത്തിലേക്ക് ഇട്ടും കണ്ടിട്ട് ഞാൻ ഇതൊക്കെ സ്റ്റാൻഡൊക്കെ ഊരി വെച്ചു. ഇനി അതും ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ നേരെ നമ്മുടെ ചുമരും ഇതൊക്കെ ഒന്ന് തുടയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ ആ ഒരു വാൾപേപ്പർ ഒട്ടിച്ചിട്ട് നമ്മൾ 4 വർഷമായിട്ടാണ്. ഇപ്പോഴും വേണമെങ്കിൽ ഒന്ന് മാറ്റാമെന്ന് ഒന്ന് തോന്നി തുടങ്ങി എനിക്ക്. അതിൻ്റെ ഒരു ഭംഗി കുറഞ്ഞു കേട്ടോ. അപ്പോൾ എപ്പോഴും വിചാരിക്കുക അടുക്കളയിൽ എത്രയായാലും നമ്മൾ തീ കത്തിക്കണ ഭാഗത്ത് ആ കുക്കറിൻ്റെ വിസിലടിച്ചിട്ടും ഒക്കെ മുകളിലേക്ക് ചുമരുമ്പോഴേക്ക് എന്തായാലും കുറച്ചത് പോവും. അപ്പോൾ അത്രയ്ക്ക് നമ്മൾ എന്തായാലും ടൈലിടില്ല. അപ്പോൾ ഇതേപോലെ ഒരു വാൾപേപ്പർ ഒടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അടുക്കള ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും. ചുമര് അങ്ങനെ കളറ് വരില്ല കേട്ടോ. പിന്നെ ഞാൻ ക്ലീനിങ് സൊല്യൂഷൻ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഇത്തിരി ചെറിയ ചൂടുവെള്ളത്തിൽ ഇത്തിരി കല്ലുപ്പും വിനാഗിരിയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. സോപ്പിട്ട് തേച്ച് കഴുകണേക്കാളും കുറച്ചും കൂടി വേഗം ഈ അഴുക്ക് പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. കറ പോലെയുള്ളത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിത് വേഗം റെഡിയാക്കി ആദ്യം ട്രോളി ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ അടിഭാഗത്ത് ഒരു ദിവസം എൻ്റെ കയ്യിൽ നിന്ന് മുളക് പൊടി തട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അവിടെ വേഗം. അപ്പോൾ അന്ന് തന്നെയൊന്നും എനിക്ക് സാധിച്ചില്ല തുടയ്ക്കാനായിട്ട്. അന്നൊന്നും തട്ടിക്കൂട്ട് തുടയ്ക്കലൊക്കെ തുടച്ചെടുത്തു എന്നല്ലാണ്ട് ഒരു ക്ലീനാക്കി അങ്ങനെ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ എന്നും വിചാരിച്ചു മഴ പെയ്തുട്ടാ, അതിനിടയ്ക്ക് ഓടിപ്പോയി തുണികളൊക്കെ എടുത്ത് വലിച്ചങ്ങോട്ട് എറിയുക ചെയ്തത്. എന്താ വെച്ചാൽ അപ്പോഴേക്കും മഴത്തുള്ളി വീണ് ചൂടായതൊക്കെ പോവില്ലേ. പിന്നെ തുണി മടക്കാനൊന്നും ആ സമയത്ത് നിന്നില്ല. മുകളിൽ തന്നെയല്ലേ തുണി ഇട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ട്രോളി എടുത്തിട്ട് അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് തുടച്ചു കിട്ടാം. ഇത്തിരിശ മാറാല പോലെയും പിന്നെ കുറച്ച് കളറും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തുടച്ച് ക്ലീനാക്കി. ആദ്യം ഒന്ന് ഞാൻ സാധാ തുണി കൊണ്ട് വെള്ളത്തിൽ മുക്കി തുടച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ടുള്ള ആ സൊല്യൂഷൻ ഉണ്ടല്ലോ, അതും കൂടി അതിൽ മുക്കി നന്നായിട്ട് പിഴിഞ്ഞിട്ട് തുടച്ചു. വെള്ളത്തോടു കൂടി തുടയ്ക്കുക ഉണ്ടാട്ടോ. അതേപോലെ നമ്മുടെ ഫ്ലോർ ഉണ്ടല്ലോ, ടൈല് താഴ്ഭാഗമൊക്കെ നമ്മൾ ഇത്തിരി ഷാമ്പു ഇട്ടിട്ട് തുടയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ടൈല് നല്ല തിളക്കം കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോ. നമ്മുടെ ക്ലീനിങ് ലോഷൻ ഒക്കെ നമ്മൾ വാങ്ങിക്കുന്നുണ്ടല്ലോ, അതിനേക്കാളും അതാകുമ്പോൾ ഇത്തിരി ഒരു ഒട്ടിപ്പിടുത്തം വരും. ഇതാകുമ്പോൾ ആ ഒട്ടിപ്പിടുത്തം ഉണ്ടാവില്ല, നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയോളാം. എനിക്ക് പിന്നെ ഫ്ലോർ അത്ര ഇല്ലല്ലോ, അടുക്കളയല്ലേ, അടുക്കള നല്ലോണം തേച്ച് കഴുകണം. അപ്പോൾ അതെന്തായാലും തേച്ച് അങ്ങനെ ട്രോളി റെഡിയാക്കി വെച്ചു. അതിൻ്റെ സൈഡിൽ ചുമരും ഞാൻ ആദ്യം തുടച്ചു. പിന്നെ അതുപോലെ ഈ വിനാഗിരിയുടെ ലോഷനൊക്കെ സൊല്യൂഷനും കൂടിയും തുടച്ചു. പിന്നെ അതാത്ത ടിന്നുകൾ മുകളിൽ ഇരുന്നായിരുന്നു കണ്ട പൊടി പിടിച്ചിട്ട് ഇങ്ങനെ നമ്മളെപ്പോഴും എടുക്കാത്തത് ഏത് പാത്രമായാലും എന്തായാലും ഇങ്ങനെ പൊടി പിടിച്ചിട്ടുണ്ടാവും. കുറച്ച് നാൾ കഴിയുമ്പോൾ മിനിമം
ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും അടുക്കളയൊക്കെ ഇതേപോലെ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യണം കേട്ടോ. എന്നാലാണ്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അടുക്കളയൊക്കെ പഴയതായി ഇങ്ങനെ പോണ പോലെ തോന്നും. അപ്പോൾ അങ്ങനെ ഒരു ഫീല് വന്നപ്പോഴാണ് ഞാൻ ഇന്ന് ക്ലീനിങ്ങിന് തുടങ്ങിയത്. ഇന്നല്ല, കുറച്ച് ദിവസമായി ഞാൻ ക്ലീനിങ്ങിന്. പിന്നെ ഗ്ലാസ്സുകളൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കഴുകി എടുത്തു. അത് തുടച്ചൊന്നുമില്ല, കുറച്ച് നേരം ഒന്ന് കമഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളമൊക്കെ പോലെ തുടച്ചെടുത്ത് അങ്ങനെ സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞ് പിന്നെ നമ്മുടെ ആ കയ്യിൽ ഇതൊക്കെ കൊളുത്തിട്ടുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതൊന്ന് തുടച്ചെടുത്തു. അത് കഴുകാനൊന്നും നിന്നില്ല, എന്താ വെച്ചാൽ അത് തുരുമ്പ് പിടിക്കും. ചെറിയൊരു കോട്ടിങ് പെയിൻറ്റാണ് കൊടുത്തിട്ടുള്ളൂ. ഇനി അതൊന്ന് പെയിൻ്റ് അടിക്കാൻ തോന്നിയിട്ട് എനിക്ക് ഇന്നെന്തായാലും പെയിൻ്റ് അടിക്കാൻ എനിക്ക് ഒഴിവില്ല, അത് കാരണം കൊണ്ട് അടിക്കണില്ല. അപ്പം നേരെ അത് ആ ഗാഡിയിലേക്ക് ഇങ്ങനെ കൊളുത്തിയിട്ടാൽ മതി. അതങ്ങനെ കൊളുത്തിയിട്ടു. പിന്നെ എല്ലാ കയ്യിലുകളും കൊളുത്തിട്ടോ. കുറച്ച് കയ്യിലുകളൊക്കെ നമ്മൾ ആ സ്റ്റോർ റൂമിൽ കൊളുത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാ കയ്യിലൊന്നും ഞാനിവിടെ നിരത്തി കൊളുത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ ആ ഭംഗി അങ്ങോട്ട് പോകുമല്ലോ. അപ്പം ഞാൻ ആദ്യം ഒന്നും ഇല്ലാത്ത കാലിടപ്പകളുണ്ടെന്ന് പറഞ്ഞില്ലേ, കുറച്ചൊക്കെ കഴിഞ്ഞത്, അതൊക്കെ ഞാൻ മുകളിൽ വെച്ചു. കനം കുറഞ്ഞതാണ് എപ്പോഴും മുകളിൽ വയ്ക്കുന്നത് നല്ലത്. ഈ ട്രോളി പോലെ തന്നെ ഇല്ലേ, നല്ല ഹൈറ്റ് അല്ലേ, പെട്ടെന്ന് താഴത്തേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം എപ്പോഴും മോൾ ഭാഗത്ത് കനം കുറഞ്ഞതും അടിഭാഗത്ത് കനം കൂടിയതും അങ്ങനെ വയ്ക്കുകയാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നി. ഞാൻ അങ്ങനെ വെച്ചു കേട്ടോ. അപ്പം അങ്ങനെ ഏറ്റവും അടിയിൽ, പിന്നെ ഞാൻ എപ്പോഴും ഏറ്റവും അടിയിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ പഞ്ചസാര, ചായല, അതാണ് ഏറ്റവും അടിയിൽ വയ്ക്കുക. എന്ന് വെച്ചാൽ അതാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന സംഭവങ്ങൾ. പിന്നെ ഗ്ലാസ്സുകൾ ഒരു 3-ാം നിലയിലേക്ക് ആക്കി വെച്ചു കേട്ടോ, 3-ാമത്തെ കള്ളിയിൽ. പിന്നെ ആ ഒരു ഭാഗം അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഈ ഗ്യാസിൻ്റെ ഭാഗമാണ്, അവിടെ എപ്പോഴും ഉറുമ്പ് വരും കേട്ടോ. അത് കാരണം കൊണ്ടാണ് ഈ ചോക്ക് വരച്ച് എപ്പോഴും അവിടെ ചോക്ക് വരച്ചിട്ടതായിട്ട് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ബോർഡ് ഉണ്ടല്ലോ, സ്വിച്ച് ബോർഡും ആകെ കളറ് ഒരു ഭംഗിയില്ലാത്തൊരവസ്ഥയായിരുന്നുണ്ടായിരുന്നു. അതും ഈ സൊല്യൂഷൻ കൊണ്ട് തുടച്ചപ്പോൾ നല്ല ക്ലീനായി. അപ്പോൾ കൂട്ടുകാരൊന്നും തുടയ്ക്കുമ്പോൾ ഷോക്കടിക്കാനൊന്നും നോക്കണ്ട, മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടൊക്കെ ചെയ്യുക. ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. ഈ കറണ്ടിൻ്റെ അടുത്ത് കളിക്കുമ്പോൾ വലിയ ഇഷ്ടപ്പെടില്ല ആൾക്ക്. ആർക്കാ? കറണ്ടിന് കിട്ടുക. അതങ്ങനെ പോട്ടെ. പിന്നെ കിതയ്ക്കുന്നുണ്ട് അല്ലേ, അത് ഞാൻ സ്പീഡിൽ ഇടയ്ക്ക് പതുക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എത്ര ഞാൻ പതുക്കെ പറയാൻ ശ്രമിച്ചാലും എനിക്ക് അങ്ങോട്ട് സ്പീഡ് കൂടി വരും കേട്ടോ. ആ ഒരു ഭാഗം തുടച്ച് പിന്നെ ഗ്യാസ് അങ്ങോട്ട് തേച്ച് കഴുകണം. ഗ്യാസ് ആ സൈഡിലൊക്കെ തിരിച്ച് തുരുമ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്, മാറ്റാറായി. പിന്നെ ഈ ഗ്ലാസിൻ്റെ ഭാഗം എപ്പോഴും സ്പോഞ്ച് വെച്ചിട്ട് തുടയ്ക്കുക, അല്ലെങ്കിൽ ആകെ കോറൽ വീഴും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെടും. പിന്നെ നമ്മൾ ചില യൂട്യൂബ് ചാനലൊക്കെ കാണില്ലേ, ആകെ അങ്ങോട്ട് വെള്ളം കോരി ഒഴിച്ച് തേച്ച് കഴുകിയെടുക്കുന്നത്. ഗ്യാസിൻ്റെ ബർണറൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതുപോലെ തന്നെ ഉപ്പും വിനാഗിരിയൊക്കെ ഒഴിച്ച് തിളപ്പിക്കുന്നതും അങ്ങനെയൊക്കെ കണ്ടു. പക്ഷെ അതൊന്നും ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എനിക്കങ്ങനെ തോന്നാറ്. ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളൂ. അങ്ങനെ ആദ്യം സോപ്പിട്ട് തേച്ച് കഴുകി പിന്നെ ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് അങ്ങനെ എടുക്കും. എൻ്റെ അടിഭാഗത്തൊക്കെ മീൻ വറുത്തിട്ടൊക്കെ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ നല്ല സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് തന്നെ തേച്ച് കഴുകേണ്ടി വന്നു കേട്ടോ. അങ്ങനെ തേച്ച് കഴുകി വീണ്ടും തുടച്ചെടുത്ത് 2-3 പ്രാവശ്യമൊക്കെ തുടയ്ക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ തുടച്ച് ആ ഒരു ഭാഗവും ക്ലീനായി കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഭരണിക്കൊന്ന് മോൾ ഭാഗം തുടച്ച് വെച്ചു. ഉൾഭാഗം ഇടയ്ക്കൊക്കെ കഴുകി പാത്രം കമഴ്ത്തി ഉണക്കിയൊക്കെ എടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാനത് ചെയ്തില്ല. പിന്നെ വെളിച്ചെണ്ണയുടെ ഈ പാത്രം ആ ട്രേയും നന്നായിട്ട് കഴുകി തുടച്ചെടുത്തു. പിന്നെ വെളിച്ചെണ്ണ കുപ്പിയുടെ മേൽഭാഗമൊക്കെ ഒന്ന് കഴുകിയെടുത്തു കേട്ടോ. എന്താ വെച്ചാൽ അതിൻ്റെ മുകളിൽ എന്തായാലും എണ്ണമെഴുക്ക് ഉണ്ടാവും. അപ്പോൾ അത് പോകാനായിട്ട് അങ്ങനെ അവിടെ വരെ കഴിഞ്ഞു. പിന്നെ ഈ ജനലയുടെ ഭാഗമാണ്, അവിടെയും തുടച്ചു. ജനലയുടെ ഗ്ലാസ് ഒന്ന് തുടയ്ക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല കേട്ടോ. അപ്പുറത്തെ സൈഡിലേക്ക് പോകണം, അവിടെ ആകെ പുല്ല് പറിക്കാൻ പറ്റില്ല, കടന്നലുണ്ട് അവിടെ. അത് കാരണം കൊണ്ട് പിന്നെ ഈ കയ്യിലുള്ള തുമ്പൊക്കെ ഭയങ്കരമായിട്ട് കുറേ നാളാകുമ്പോൾ ഈ മരം ഒന്ന് തേച്ച് കഴുകിയിട്ട് വൃത്തിയാവാത്തൊരു ഫീലാണ്. അപ്പം ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇത്തിരി ഉപ്പും വിനാഗിരി ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പാത്രമൊക്കെ ആ കയ്യിലൊക്കെ കൊളുത്തിരുന്നതാണ്, അതിൻ്റെ അടിയിലൊക്കെ ആകെ വൃത്തിയായിട്ട്. അപ്പം ഞാൻ തേച്ച് കിട്ടാണ്ട് ക്ലീൻ ആവണില്ല. അപ്പോൾ ഈ ചൂടുവെള്ളം അതിലേക്കും കൂടി ഒഴിച്ചു കേട്ടോ. ഈ പാത്രം ഉരുകിപ്പോയതാണ് കേട്ടോ, അത് കാരണമാണ്. പിന്നെ ഇതാ ഈ ഒരു ബ്രഷ്, ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഗിഫ്റ്റ് എന്താണ്, അതുകൊണ്ട് തേച്ചൊക്കെ കഴുകി അതങ്ങനെ അവിടെ വെച്ചു. പിന്നെ ഇതും മസാല ബോക്സ് പുറത്ത് മാത്രമേ തേച്ച് കഴുകിയുള്ളൂ. കാരണം ഉള്ളിൽ നിറയെ മസാല താഴത്തേക്ക് വീണിട്ടേ. ഇനി എപ്പോഴെങ്കിലും ചിക്കൻ വാങ്ങിക്കുമ്പോൾ അതങ്ങനെ, ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോഴാണ് അങ്ങനെ എല്ലാതും കൂടി മിക്സായി നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ഇന്ന് നല്ല ഇഡ്ഡലി ആയിരുന്നു കേട്ടോ, അടിപൊളി. പൂ പോലത്തെ ഇഡ്ഡലി എന്ന് പറയില്ലേ, അത് പച്ചരിയാണ് കൂടുതൽ ഉപയോഗിച്ചത്. 2 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന് പിന്നെ 1 പിടി ചോറ്, അങ്ങനെയാണ് ഞാൻ ഇന്ന് ഇഡ്ഡലിക്ക് ആട്ടിയത്. അടിപൊളി ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. പിന്നെ നല്ല പോലെ അരയ്ക്കുക, ഇഡ്ഡലിക്ക് എപ്പോഴും നല്ലോണം അരയ്ക്കുക കേട്ടോ. അങ്ങനെ അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഇഡ്ഡലി കിട്ടും. പിന്നെ വല്ലാണ്ട് അഴുക്കുള്ള ആ ഒരു വര പോലെയൊക്കെ ഇല്ലേ, അവിടെ ആ ബ്രഷ് വെച്ചിട്ടൊന്ന് തേച്ച് കഴുകി, അല്ലെങ്കിൽ അവിടെ മാത്രം ഇങ്ങനെ അഴുക്ക് പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടാവും.
പിന്നെ ഞാൻ ഇത് എല്ലായിടത്തും ചെയ്ത പോലെ തന്നെ ആ ഒരു ടവലെടുത്തിട്ട് ആദ്യം നന്നായിട്ട് തേച്ച് കഴുകി, പിന്നെ 2-3 ട്രിപ്പ് തുടച്ചെടുത്തു. പിന്നെ മിക്സിയിൽ ജാറൊക്കെ ബ്രഷ് വെച്ചിട്ട് തന്നെ നന്നായിട്ട് തേച്ച് കഴുകി അവിടെ മാറ്റി വെച്ചു. മിക്സിയൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തു കേട്ടോ. ആ ഭാഗം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാവോ. പിന്നെ ഈ പൈപ്പിൻ്റെ അവിടെയാണ് ഭയങ്കര അഴുക്ക്. അതും ഈ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട്, ഇത് ഗംഭീര ബ്രഷല്ല, പക്ഷേ എന്നാലും നല്ല കട്ടിയുണ്ട് കേട്ടോ. ടൂത്ത് ബ്രഷ് പോലെയല്ല, പെട്ടെന്ന് ഇങ്ങനെ മടങ്ങിയൊന്നും പോയില്ല. നന്നായിട്ട് തേച്ച് കഴുകി അതങ്ങനെ കഴുകി വൃത്തിക്ക് നല്ല പുത്തം പോലെയായിട്ട് ഇന്ന് അടുക്കള. എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ. പിന്നെ നമ്മുടെ ഈ വാഷ് ബേസിനും കൂടി ഉണ്ട്, അതും കൂടി അതുപോലെ തന്നെ തേച്ച് കഴുകി വെള്ളം ഒഴിച്ച് കഴുകി കണ്ടിട്ട് സോപ്പിട്ടിട്ട് തന്നെയാണ് കേട്ടോ തേച്ച് കഴുകിയത്. അത് കഴിഞ്ഞ് പിന്നെ തുടച്ചങ്ങനെ ഉണക്കിയിട്ടു കേട്ടോ. അപ്പോഴാണല്ലോ ഒരു ഭംഗി. പിന്നെ ആ ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗം തുടയ്ക്കാൻ നിന്നില്ല, കാര്യമായിട്ടില്ല വൃത്തികേടൊന്നും. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ പുറം ഭാഗം ഒന്ന് തുടച്ചെടുത്തു. പിന്നെ അതുപോലെ താഴ്ത്തും ഫ്ലോറും അതുപോലെ തന്നെ തുടച്ചെടുത്തു കേട്ടോ. നന്നായിട്ട് തന്നെ മുക്കും മൂലയൊക്കെ ചേർത്ത് അങ്ങനെ തുടച്ചെടുത്തു. അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കറണ്ട് പോയി അതിനിടയ്ക്ക്. പിന്നെ കറണ്ട് വന്നില്ല. അപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇത് വൈകുന്നേരമാണ് ചെയ്തത്. രാവിലെ പിന്നെ എനിക്ക് അത്രയ്ക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വൈകുന്നേരം നമ്മുടെ ബെഡ്റൂമും കൂടി ക്ലീൻ ചെയ്യാൻ വെച്ചാൽ ഈ ബെഡ്റൂമും കുറേ ദിവസമായിട്ടാണ് ഞാൻ ക്ലീൻ ആക്കണം എന്ന് വിചാരിച്ചതിട്ട്. എന്താ വെച്ചാൽ ആ സ്റ്റാൻഡുമൊക്കെ ഉണ്ടല്ലോ നിറയെ കുഞ്ഞു കുഞ്ഞു മാറാലുകൾ നിറഞ്ഞിരിക്കുകയാണ്. ഈ ഫ്ലവറുമേയും അതുപോലെ ആ കോജിയമേയും ഒക്കെ നിറയെ മാറാലിയാണ് കേട്ടോ. അപ്പോൾ അതുമൊക്കെ ചെറിയ മാറാലികളോ തട്ടിക്കൊടുത്തു. പക്ഷേ ആ സ്റ്റാൻഡും ഉണ്ടല്ലോ, ആ ചെറിയ ഹോളുകളാണ് ആ സ്റ്റാൻഡ്, അതുമ്പോൾ നിറയെ മാറാലിയായിരുന്നു. അപ്പം ഞാൻ കുറേയൊക്കെ തട്ടി നോക്കി, രക്ഷയില്ല. ചൂല് വെച്ച് തട്ടി നോക്കി, എന്നിട്ടും പറ്റാണ്ടായപ്പോൾ പിന്നെ ഞാൻ കൊണ്ടുപോയി തേച്ച് കഴുകിയെടുത്തു. അങ്ങനെയാണ് മാറാല പോയത്. പിന്നെ ഇതിൻ്റെ ഈ കർട്ടൻ്റെ ഇടയിൽ വരെ കുഞ്ഞു കുഞ്ഞു മാറാലകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ തുടച്ചെടുത്തു. കർട്ടൻ കഴുകാൻ അഴുക്കൊന്നുമില്ല, കഴുകിയപ്പോൾ രക്ഷയില്ലല്ലോ, നല്ല മഴയല്ലേ. അപ്പോൾ പിന്നെ കഴുകാനൊന്നും നിന്നില്ല. ഇതേപോലെ ഇടയിൽ നിന്ന് ആ മാറാലകളൊക്കെ അതുകൊണ്ട് എടുത്ത് പിന്നെ ഫാനും അതുപോലെ തന്നെ തുടച്ചു കേട്ടോ. പിന്നെ ജനലകളുടെ ഇടയിലും കമ്പിയുടെ ഇടയിലൊക്കെ മാറാലി ഉണ്ടായിരുന്നു, അതും അതുപോലെ തുടച്ചു. പിന്നെ ആ ഒരു ഭാഗത്ത് താഴത്തെ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇത്തിരി കൂടുതൽ പൊടി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അടിച്ച് അതും വാരി കളഞ്ഞു കേട്ടോ. പിന്നെ ജനലേര ഗ്ലാസ് ഉണ്ടല്ലോ, ഗ്ലാസ് ഒന്ന് തുറന്നിട്ട് എനിക്ക് പറ്റണ പോലെ ഒന്ന് തുടച്ചു. നല്ല ക്ലിയർ ആയിട്ട് തുടയ്ക്കാനായിട്ട് നമ്മൾ അപ്പുറത്തും കൂടിയും ആൾ നിന്നിട്ട് തുടയ്ക്കണം കേട്ടോ. അത് ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്, അത് കാരണം പറ്റിയില്ല. പിന്നെ ഞാൻ നമ്മുടെ ആ സ്റ്റാൻഡൊക്കെ കഴുകി കൊണ്ടുവന്നു. പിന്നെ ഞാൻ ഈ കൂജയിൽ ഇപ്പോൾ ഇത്തിരി വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെപ്പോഴും താഴത്തേക്ക് വീണിട്ട് ഇനി അത് താഴത്തേക്ക് വീണാൽ എൻ്റെ തലയിലേക്ക് വെള്ളത്തോടുകൂടി അങ്ങോട്ട് വീണോളും. പിന്നെ ഇത് അടുത്ത ജനലും ഇതേപോലെ നിറയെ മാറാലി ഉണ്ടായിരുന്നു, അതൊക്കെ തുടച്ചു. പിന്നെ ജനലയുടെ സൈഡും ഗ്ലാസ് കാര്യമായിട്ടുള്ളൊരു തുടക്കൽ ഇപ്രാവശ്യം പറ്റിയിട്ടില്ല. പകൽ ചേട്ടനും കൂടി ഉള്ളപ്പോൾ ചെയ്യുമ്പോഴാണ് അതും കൂടി സാധിക്കുന്നത് കേട്ടോ. അങ്ങനെ ആ ജനലും തേച്ച് കഴുകി കഴിഞ്ഞു. പിന്നെ നമ്മുടെ അലമാരി കേട്ടോ, ഇത് മൊക്കമുള്ള പ്രശ്നം എന്താ വെച്ചാൽ പൊടിയാണ് കേട്ടോ. ഈ പൊടിയൊക്കെ നന്നായിട്ട് തുടച്ചെടുത്ത് വാക്വം ക്ലീനർ ഉണ്ടാവുന്നതാണ് നല്ലത്. പക്ഷേ ഇപ്പോൾ ബഡ്ജറ്റില്ല, ഇപ്പോൾ അവിടെ ഇരിക്കട്ടെ, എപ്പോഴെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ വാതിലും ഞാൻ നന്നായിട്ട് തുടച്ചു കൊടുത്തു. നിറയെ പൊടി ഉണ്ടായിരുന്നു, അതും തുടച്ചെടുത്തു. പിന്നെ ഇനി അടിഭാഗം ഒന്ന് അടിച്ചു വാരലാണ്, അത് അടിച്ചു വാരൽ ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. പിന്നെ കിടക്ക വിരിയൊക്കെ മാറ്റി അതെടുത്തു. പിന്നെ നമ്മുടെ ആ ചെടി ഉണ്ടല്ലോ, ചെടിയുമ നിറയെ മാറാലി ഉണ്ടായിരുന്നു. അപ്പോൾ അതും അതിൻ്റെ ഇലകളൊക്കെ വാടിയതൊക്കെ വെട്ടിക്കളഞ്ഞു. കുറച്ച് ദിവസമായിട്ട് നനയ്ക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ പൈപ്പ് എടുത്തുകൊണ്ട് വന്ന് അതിനങ്ങോട്ട് കുളിപ്പിച്ചു കൂട്ടാ. മാറാലിയും ഇതൊക്കെ അങ്ങോട്ട് കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട്? കുക്കിംഗ് ഇല്ലാണ്ട് വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? എനിക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട് ചില വീഡിയോസൊക്കെ കാണുമ്പോൾ. കൂട്ടുകാർക്ക് അങ്ങനെ ഫീൽ ചെയ്തോന്ന് പറയും. ഞാൻ ക്ലീൻ വീഡിയോ മാത്രമാണ് ഇട്ടത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, ബൈ.